വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ ന്യൂജൻ യൂത്തിലേക്ക് എത്തിക്കേണ്ട വിഷയമാണ്. പല പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഏതൊരു മനുഷ്യനും പ്രയാസ പ്രതിസന്ധികളില്ലാതെ കടന്നു പോകില്ല. സാമ്പത്തികമായോ മാനസികമായോ ശാരീരികമായോ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഈ ആഴ്ചയിൽ നമ്മൾ കേട്ടൊരു വാർത്തയാണ്. അഞ്ചരക്കണ്ടി കോളേജിൽ നിന്ന് നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്നൊരു വിഷയം. യഥാർത്ഥത്തിൽ ആളുകളെയൊക്കെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന വിഷയം ഒരുപാട് പ്രോബ്ലംസ് അവർക്ക് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. അവൻ അനുഭവിക്കുന്ന സാമൂഹിക വിഷയങ്ങളിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന് അവന് കേട്ട ഒരുപാട് നെറികേടുകളാണ് ഇതിന് കാരണമായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു കാരണമുണ്ട്, ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാരണമുണ്ട്. ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വെറും നിതിൻ രാജ് എന്ന് മാത്രമല്ല, നിതിൻ രാജിനെ പോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എന്താണ് ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് ഒരു കോളേജ് വിദ്യാർത്ഥി ആയിരുന്നു എന്നുള്ള നിലക്ക് അനസിന് എന്താണ് പറയാനുള്ളത് എന്നാണ് നമുക്കറിയേണ്ടത്. ഇൻഷാ അല്ലാഹ് അനസ് പ്രതികരിക്കും. എന്ന കാര്യം മനസ്സിലായി. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ബാക്കിയായിട്ടുണ്ടാവും. അത് പിന്നെ നമ്മുടെ കുടുംബത്തിന് ബാധ്യതയായി മാറുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. പിന്നെ നമുക്ക് മനുഷ്യന്മാരാണ്, സ്വാഭാവികമായിട്ടും ഇഷ്ടംപോലെ പ്രതിസന്ധി പ്രയാസങ്ങൾ ഉണ്ടാവും. ആദ്യം തന്നെ ചെയ്യേണ്ടത് പുറരെ അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. കഴിയൂലെന്നുണ്ടെങ്കിൽ പുറക്കാരും ടൈറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സുകൾ ഉണ്ടാവുമല്ലോ, ഫ്രണ്ട്സിനോട് കാര്യം പറഞ്ഞു എനിക്ക് ഇങ്ങനെ വിഷയങ്ങളുണ്ട് എന്നുള്ളതൊക്കെ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പോയിന്റാണ്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എന്നാൽ അത്തരം പ്രയാസങ്ങൾ അനുഭവിച്ച് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെ തടയിടാൻ, അല്ലെങ്കിൽ ആത്മഹത്യ പാടില്ല, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ പോകാൻ പാടില്ല എന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അതിനൊരു മാർഗം വേറെ കാണണമല്ലോ. ഒരു പ്രയാസം അനുഭവിക്കുമ്പോൾ ഒരു മാർഗം. ആദ്യം തന്നെ പ്രശ്നം വരുമ്പോൾ നമുക്ക് ഇത് തുറന്ന് പറയാനുള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഫാദർ ആയിക്കോട്ടെ, മദർ ആയിക്കോട്ടെ, ആരായാലും തുറന്ന് പറഞ്ഞങ്ങാട്ട് നമ്മളെ കേൾക്കാനുള്ള മനസ്സ് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ കുറേയൊക്കെ നമ്മൾ കഴിച്ചിലാവും. അങ്ങനെയാണ് ഞാൻ കുറേ അങ്ങനെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളെ കേൾക്കാൻ, തുറന്ന് കേൾക്കാൻ ഒരു മനസ്സുള്ള കുറച്ചൊരു കൂട്ടം ആളുകൾ നമ്മളൊപ്പം ഉണ്ടെങ്കിൽ ഇത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കരകയറാൻ പറ്റും. നമ്മുടെ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, വർണ്ണവിവേചനമോ വർഗവിവേചനമോ പറഞ്ഞിട്ട് നമ്മുടെ അധ്യാപകരായാലും നമ്മുടെ കൂടെയുള്ള സഹപാഠികളായാലും അല്ലെങ്കിൽ നമ്മുടെ ഈ പലരുമായിട്ട് ജീവിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്ന നെഗറ്റീവുകൾ അതിനെ പോസിറ്റീവാക്കി എടുത്തുകൊണ്ട് നമ്മൾ മുന്നേറുക എന്നതിന് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഈ സമയവും കടന്നു പോകും എന്നൊരു ചിന്താഗതി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്ന്, നമ്മളെ മനസ്സിനെ തളർത്തുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്മാറി ഊർജത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, ആത്മഹത്യ എന്ന് പറയുന്നത് വൻ പാപമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏതൊരു മനുഷ്യനും ജീവിതം മുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഞാനിത് മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ശിക്ഷ ലഭിക്കുമല്ലോ, അല്ലെങ്കിൽ എനിക്കത് നെഗറ്റീവായി ഭവിക്കുമല്ലോ എന്നൊരു ചിന്താഗതി ഇസ്ലാം അവനക്ക് നൽകുന്നുണ്ടാവും. ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ആ ഒരു നൽകൽ തന്നെ മതി അവന്റെ നെഗറ്റീവുകളൊക്കെ മാറ്റിയിട്ട് പോസിറ്റീവായിട്ട് പോകാനുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതൊരു പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിലും മതം പഠിപ്പിക്കുന്ന ആശയം അത് കൊണ്ട് നടക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആത്മഹത്യ ചെയ്യാനൊരു പൂതി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഞാനിങ്ങനെ ചിന്തിക്കും, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നും, അങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ നെഗറ്റീവായി ഭവിക്കും, മറ്റൊരു ജീവിതത്തിൽ അത് ഭവിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം ഏതൊരു വിദ്യാർത്ഥിയോടും ഏതൊരാളോടും നമുക്ക് പറയാനുള്ളത്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുമ്പോൾ തന്നെയും പരിഹാരങ്ങളാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വിഷയം നെഗറ്റീവായിട്ട് വരുമ്പം അതിനെ നമുക്ക് എങ്ങനെ പോസിറ്റീവാക്കി കൊണ്ട് നടക്കാം എന്ന പരിഹാരങ്ങളാണ് നമ്മൾ കണ്ടെത്തണമെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന മാതാപിതാക്കൾ, കൂട്ടുകാർ, അധ്യാപകർ, ഇന്ന വിഷയങ്ങളുണ്ട് എന്ന് തുറന്നു പറഞ്ഞാൽ അവിടെ തീരുന്നതേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും.